CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുസ്ലിം ലീഗിനെതിരെ വിമർശനവുമായി CPM നേതാവ് A. വിജയരാഘവൻ രംഗത്ത്. ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയ ലീഗാണ് ഇപ്പോൾ UDF ൽ പ്രവർത്തിക്കുന്നതെന്ന് മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കവേ A. വിജയരാഘവൻ പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായകമായ വാർഡ് 6 കുളിർമലയിൽ രാഷ്ട്രീയ ട്വിസ്റ്റ്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയിരുന്ന M. ഷാഹുൽ ഹമീദ് തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. പകരം സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകനായ ഡോക്ടർ നിലാർ മുഹമ്മദിന് പിന്തുണ നൽകാൻ LDF തീരുമാനിച്ചു. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃത ഖനനത്തിനും മണ്ണുമാറ്റത്തിനും ഉപയോഗിച്ച വാഹനങ്ങൾ പ്രത്യേക പരിശോധനയിൽ പിടികൂടി. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. ആത്മീയ ജീവിതത്തിനിടെ പല മഹാന്മാരും കാണിക്കുന്ന ഇഹലോക താൽപര്യം പ്രകടത മാത്രമാണെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയത്തങ്ങൾ. നീതിയല്ലാതെ മറ്റൊന്നും ശരീഅത്തിൽ ഇല്ലെന്നും അദ്ദേഹം ചെർപ്പുളശ്ശേരിയിൽ പറഞ്ഞു. മുസ്ലിം ലീഗിനെതിരെ വിമർശനവുമായി CPM നേതാവ് A. വിജയരാഘവൻ രംഗത്ത്. ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയ ലീഗാണ് ഇപ്പോൾ UDF ൽ പ്രവർത്തിക്കുന്നതെന്ന് മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കവേ A. വിജയരാഘവൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയ ലീഗാണ് ഇപ്പോൾ. ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയ ലീഗിനെ ആണ് നമ്മൾ കാണുന്നത്. അപ്പോ ലീഗയുടെ UDF കോൺഗ്രസിന്റെ കൂടെ വെൽഫെയർ പാർട്ടി, കോൺഗ്രസ് ലീഗ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു സമന്വയം രാഷ്ട്രീയത്തിൽ രൂപപ്പെടുത്തി എടുത്തു വച്ചിരിക്കുന്നു. ഇത് ആർക്കും ഗുണം ചെയ്യും. ഞങ്ങളുടെ ഉറച്ച വിശ്വാസം കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലെ മഹാഭൂരിപക്ഷമാണ് ഈ നിലപാടിൽ ഇരിക്കുന്ന കേരളീയ സമൂഹം തന്നെ ഈ നിലപാടിലെങ്കിരിക്കില്ല. മത ന്യൂനപക്ഷ വിഭാഗത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ഈ അപകടകരമായ രാഷ്ട്രീയ സഖ്യത്തെ നിരാകരിക്കും. ആ അപകടകരമായ രാഷ്ട്രീയ സഖ്യത്തെ നിരാകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കടക്കുന്നത്. BJP പണം ചിലവഴിച്ച് വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയോടെയാണ് ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത്. തീവ്രവർഗീയതയ്ക്കെതിരായി ജനങ്ങളെ അണിനിരത്തുമെന്നും BJPയുടെ വളർച്ചയെ പ്രതിരോധിക്കാൻ LDFന് കഴിയുമെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുകയും അധികാരം അഭിരാജി തലത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അരക്ഷിത ബോധം ശരിയായ തരത്തിൽ ചിന്തിക്കാത്തവരിൽ നേരെ എതിർദിശയിലെ വർഗീയതയുണ്ടാകും. അതാണ് ന്യൂനപക്ഷ വർഗീയത. സ്വാഭാവികമായിട്ടും അതിനെ വീണ്ടും ഇവർ വീഴും. അങ്ങനെയാണ് ന്യൂനപക്ഷ വർഗീയത എത്തിപ്പെട്ടാൽ അത് ഇവർക്ക് അനുകൂലം. അപ്പോ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അവകാശങ്ങൾ എടുത്തു കളയുമ്പോൾ ഉണ്ടാവുന്ന അവർഷത്തിൽ അഭ്യസ്തവിദ്യർ പോലും വർഗീയവാദികളായി പോകുന്നു എന്ന അപകടം. ആ അപകടം ഇവർക്ക് തിരിച്ച് വർഗീയത ശക്തിപ്പെടുത്താനുള്ള സാഹചര്യം അതെപ്പോഴും റെസിപ്രോക്കലായി പരസ്പര ആദാന പ്രധാനപരമായി വർഗീയതയെ ശക്തിപ്പെടുത്തും. അപ്പൊ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെട്ടാൽ ഭൂരിപക്ഷ വർഗീയത അതിൽ വീണ്ടും വീഴും. ഈ അപകടം നിലനിൽക്കെ വർഗീയതയ്ക്കെതിരായ കൃത്യമായ സമീപനം വേണം. ഇവിടെ എന്താ സംഭവിച്ചത്? UDF നോക്കുന്നതിൽ ഇപ്പോ 10 കൊല്ലം അധികാരത്തിന്റെ പുറത്തിരുന്ന UDF നേരത്തെ ലീഗുമായിട്ടുള്ള ഒരു നിരന്തര സഖ്യമുണ്ട്. ഇപ്പൊ അതിനെ കുറെ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി, അതിന്റെ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറയുന്ന അതിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങളുമായി കൂടി കട്ടിയാൽ എന്തെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം സമൂഹത്തിൽ ഒരു കാരണവശാലും ശക്തിപ്പെടാൻ പാടില്ലാത്ത വർഗീയതയുമായി സന്ധി ചെയ്യുക വഴി UDFന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. ആപത്കരമായ രാഷ്ട്രീയ നിലപാടുകൾ തുടർച്ചയായി സ്വീകരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ശബരിമല വിഷയത്തിൽ സർക്കാർ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഷയത്തിൽ വേഗത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും പ്രതികളെ പിടികൂടിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കുറ്റകൃത്യത്തിൽ CPIMകാർ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ടി അവർക്കൊപ്പമല്ലെന്നും A. വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. CCN മലപ്പുറം.
പെരിന്തൽമണ്ണ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായകമായ വാർഡ് 6 കുളിർമലയിൽ രാഷ്ട്രീയ ട്വിസ്റ്റ്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയിരുന്ന M. ഷാഹുൽ ഹമീദ് തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. പകരം സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകനായ ഡോക്ടർ നിലാർ മുഹമ്മദിന് പിന്തുണ നൽകാൻ LDF തീരുമാനിച്ചു. ആശുപത്രി നഗരമായി അറിയപ്പെടുന്ന പെരിന്തൽമണ്ണയിൽ നഗരസഭാ കൗൺസിലിൽ 1000-ലധികം വരുന്ന ഡോക്ടർമാരുടെ പ്രതിനിധിയായി ഒരാൾ വരാനുള്ള വഴി തുറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷാഹുൽ ഹമീദിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ഡോക്ടർ നിലാർ മുഹമ്മദിന് പിന്തുണ നൽകാൻ LDF തീരുമാനമെടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് 6 കുളിർമലയിലെ ഷാഹുൽ ഹമീദിന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പിൻവലിച്ചു. കുളിർമല വാർഡിൽ അവസാന ദിവസമാണ് ഡോക്ടർ നിലാർ മുഹമ്മദ് പത്രിക സമർപ്പിച്ചത്. മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി നാലകത്ത് ബഷീറാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി. സമ്പൂർണ്ണ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നതെന്നും ആരുടെ പിന്തുണയും സ്വീകരിക്കുമെന്നും ഡോക്ടർ നിലാർ മുഹമ്മദ് വ്യക്തമാക്കി. ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആരോഗ്യമേഖലയിൽ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പരിശ്രമിക്കുമെന്നും ഡോക്ടർ നിലാർ മുഹമ്മദ് അറിയിച്ചു. ഞാനൊരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആ മേഖലയിൽ ചെയ്യാം. നമുക്കറിയാം, പെരിന്തൽമണ്ണ തന്നെ ഒരു ആശുപത്രി നഗരമാണ്. ഏകദേശം 1000-ൽ പരം ഡോക്ടർമാരും ഒരു 15-ൽ പരം ആശുപത്രിയുള്ള സ്ഥലമാണ്. ഒരുപാട് വികസനം ആ മേഖലയിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ള ഉറപ്പ് തന്നെയാണ്. കാരണം ഞാനൊരു വ്യക്തിയാണ് മത്സരിക്കുന്നത്, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. അതുകൊണ്ട് ആരുടെ പിന്തുണ എനിക്ക് സ്വീകരിക്കാം. CCN പെരിന്തൽമണ്ണ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയ നടപടിക്ക് സ്റ്റേ ലഭിച്ചതോടെ തച്ചനാട്ടുകര പഞ്ചായത്തിൽ ഷഹീർ അലിക്ക് മത്സരിക്കാൻ കമ്മീഷന്റെ അനുമതി. മുൻപ് മത്സരിച്ചപ്പോൾ ചിലവഴിച്ച തുകയുടെ കണക്ക് നൽകാത്തതിനാലാണ് അയോഗ്യത ലഭിച്ചത്. തിങ്കളാഴ്ചത്തെ ഹിയറിംഗിലാണ് അനുമതി ലഭിച്ചത്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ ചാമപ്പറമ്പ് വാർഡിൽ മത്സരിച്ചിരുന്ന ഷഹീർ അലിയെ കണക്കുകൾ കൃത്യമായി ബോധിപ്പിച്ചില്ലെന്ന് കാണിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയത്. എന്നാൽ കണക്കുകൾ തെരഞ്ഞെടുപ്പിന് ശേഷം മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ കൃത്യമായി സമർപ്പിച്ചിരുന്നു എന്നും എന്നാൽ ഇതിൽ അപാകതയുണ്ടെന്ന് തന്നെ നേരിട്ടോ അല്ലാതെയോ അറിയിച്ചിട്ടില്ലെന്നും ഷഹീർ അലി പറഞ്ഞു. തുടർന്നാണ് കോടതിയെ സമീപിച്ചത്. കോടതി അയോഗ്യതയ്ക്ക് സ്റ്റേയും നൽകി. തുടർന്ന് ശനിയാഴ്ച ഹിയറിംഗിൽ വിധിപ്പകർപ്പ് ഹാജരാക്കിയെങ്കിലും രേഖകൾ പരിശോധിക്കാനായി വരണാധികാരി ഹിയറിംഗിന് 24-ലേക്ക് മാറ്റുകയായിരുന്നു. ഇതോടെയാണ് മത്സരിക്കുന്നതിലെ തടസ്സങ്ങൾ നീങ്ങിയത്. 2020 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചിരുന്നു. ആ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായും നമ്മൾ മത്സരത്തിന് ശേഷം നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ചെലവുകൾ കാണിക്കണമെന്നുള്ള കാര്യം നമുക്കറിയാം. അത് കൃത്യമായി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ കൊണ്ടുപോയി കൊടുത്തതാണ്. അതിനുശേഷം ഞാനത് കൊടുത്തിട്ടില്ല എന്നോ അല്ലെങ്കിൽ കൊടുത്തതിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ എന്നോ എന്നെ അറിയിച്ചിട്ടില്ല. നിയമപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറി മുഖേന ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യം എന്നെ അറിയിക്കണമെന്നാണ് നിയമത്തിലും ചട്ടത്തിലുമൊക്കെ പറയുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു വിവരവും എനിക്ക് തരാതെ ഏകപക്ഷീയമായ രൂപത്തിൽ ഇതിൻ്റെ നടപടിക്രമങ്ങളൊന്നും പൂർത്തീകരിക്കാതെ എന്നെ അയോഗ്യനാക്കി എന്നുള്ള വിവരം നോമിനേഷൻ കൊടുക്കേണ്ടതിൻ്റെ ഏകദേശം 2 ദിവസം മുമ്പാണ് ഞാനിങ്ങനെ അയോഗ്യനാക്കപ്പെട്ടു എന്നുള്ള വിവരം എനിക്കറിയുന്നത്. ഉടൻ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും എനിക്ക് അനുകൂലമായൊരു വിധി സമ്പാദിക്കുകയും ചെയ്തു. അഥവാ ആ ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേര് സ്റ്റേ ചെയ്യുന്ന നടപടി എനിക്ക് അല്ലെങ്കിൽ ആ ഒരു വിധി സമ്പാദിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ഞാൻ നോമിനേഷൻ കൊടുക്കുകയും കഴിഞ്ഞ ദിവസം ഹിയറിംഗ് നടന്നു. ഹിയറിംഗ് നടന്നപ്പോൾ എതിർകക്ഷികൾ വിശേഷ UDFൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് ഇന്നേക്ക് മാറ്റിവെച്ചു. ഇന്ന് ഹിയറിംഗ് 11 മണിക്ക് തീരുമാനിക്കുകയും ആ ഹിയറിംഗിൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് മത്സരിക്കാമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഓഫീസർ അഥവാ നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ എനിക്ക് അനുവാദം നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോമിനേഷൻ അംഗീകരിച്ചത്. ഇത്തവണ 12ാം വാർഡ് കൂരിമുക്കിലാണ് ഷഹീർ അലി മത്സരിക്കുന്നത്. DYFI മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റാണ് ഷഹീർ അലി. CCN ചത്തല്ലൂർ. ആത്മീയ ജീവിതത്തിനിടെ പല മഹാന്മാരും കാണിക്കുന്ന ഇഹലോക താൽപര്യം പ്രകടത മാത്രമാണെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ. നീതിയല്ലാതെ മറ്റൊന്നും ശരീഅത്തിൽ ഇല്ലെന്നും അദ്ദേഹം ചെർപ്പുളശ്ശേരിയിൽ പറഞ്ഞു. കാരണം കാലികമാവുന്നതായ വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദലാന സാദിഖത്താവുന്ന അല്ലാഹുവിന്റെ ഈ ശരീഅത്ത്, പൂർണ്ണമായ ശരീഅത്ത്, നീതിയാവുന്ന ശരീഅത്ത്, ഇതൊക്കെ ഉള്ള ശരീഅത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത്. ഇനി വേറൊരു ശരീഅത്തിന്റെ ആവശ്യമില്ല. ഈ ശരീഅത്തിനെ സംബന്ധിച്ച് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇത് പൂർണ്ണമായ ശരീഅത്താണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചത് വതമ്മത്ത് കലിമത്തു റബ്ബിക. നബിയെ തങ്ങൾക്ക് അല്ലാഹുവിന്റെ റബ്ബ് തങ്ങളിലേക്ക് അവതരിപ്പിച്ചതായ ഈ ശരീഅത്തിന്റെ ആ നിയമങ്ങൾ മുഴുവനും അത് പൂർണ്ണമായതാണ്. അതിന് ഒരു പോരായ്മയില്ല. പിന്നെ അത് സാദിഖത്താവുന്നതായ ശരീഅത്താണ്, നീതിയുള്ള ശരീഅത്ത്. നീതി അല്ലാത്ത ഒന്നും തിരില്ല. പറയുന്നവർ പറയും ചിലപ്പോൾ പെണ്ണുങ്ങൾക്ക് എന്തിയ ഓരി കുറച്ചു കൊടുത്തു എന്നൊക്കെ പറയാം.
അനന്തരാവകാശത്തിൽ. അത് പെണ്ണുങ്ങളെ കാര്യമൊക്കെ ഏൽക്കേണ്ടത് ആണുങ്ങളാണ്. റിജാലു ഖവ്വാമൂന അലൻ നിസാ എന്നല്ലേ വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കേണ്ടത് ആണുങ്ങളാണ്. അവരെ സാമ്പത്തികമാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് പുരുഷന്മാരാണ്. അവരെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് പുരുഷന്മാരാണ്. അവർക്ക് സാംസ്കാരികമായി ആവശ്യമാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് പുരുഷന്മാരാണ്. അവരുടെ ഭക്ഷണം അതിന് ആവശ്യമാവുന്ന സംഗതികൾ ചെയ്തു കൊടുക്കേണ്ടത് പുരുഷന്മാരാണ്. അവരെ ആരോഗ്യത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് പുരുഷന്മാരാണ്. അവർക്ക് വീടുണ്ടാക്കി കൊടുക്കേണ്ടത് പുരുഷന്മാരാണ്. അപ്പൊ എല്ലാ കാര്യവും ഏറ്റെടുക്കേണ്ടവർ പുരുഷന്മാരാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പിന്നെ സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ ഒരു പോക്കറ്റ് പണിമാരിയുള്ളത് കൊടുത്താൽ മതി. ഇന്ന് അത്രയല്ല, അതിനേക്കാൾ അധികം കൊടുക്കുന്നുണ്ട്. നമ്മളാണ് തിരക്ക് കൂടേണ്ടത്. ആണ് ഞങ്ങൾക്കിത് പോരാന്ന് പറഞ്ഞു. അല്ല, നമുക്ക് കിട്ടുന്നതാണ് പോരാന്ന് നമ്മൾ പറയുന്നത്. അനന്തരാവകാശത്തിൽ ആണുങ്ങൾക്ക് തരുന്നത് പോരാ. കാരണം പെണ്ണുങ്ങളെല്ലാ കാര്യവും നമ്മളെ ഏൽപ്പിക്കുക, എന്നിട്ട് നമ്മൾക്ക് തരേണ്ടതാണെങ്കിൽ അവിടെ മതിയാവണില്ല. അപ്പൊ പെണ്ണുങ്ങൾക്ക് കൊടുത്തില്ലൊരു കുഴപ്പമില്ല, അതൊരു നീതിയല്ലാത്തൊന്നുമായില്ല. അപ്പൊ വളരെ നീതിയോട് കൂടി തന്നെയാണ് വിശുദ്ധമാവുന്നതായ ശരീഅത്ത് ഈ നിയമങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ ശരീഅത്തിനെ ഭേദഗതി ചെയ്യപ്പെടേണ്ടയോ. SKJM പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാ റാലിക്കു ശേഷമുള്ള പൊതുസമ്മേളനം ചെർപ്പുളശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എതിർപ്പുകൾ കൂടുന്തോറും ആസ്ഥാനികമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് സമസ്ത. വിശ്വാസികൾക്കിടയിൽ മാത്രമല്ല ഇതര സമൂഹത്തിനിടയിലും സമസ്തയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിട്ടുണ്ടെന്നും തങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ ഈ ശരീഅത്തിൽ എന്തെങ്കിലും നിലക്ക് കടത്തി കൂട്ടുണ്ടയോ, അല്ലെങ്കിൽ ഇത് കാലഹരണപ്പെട്ടതാണെന്ന് പറയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അത്രമാത്രം പൂർണ്ണമായ ശരീഅത്താണ് ഈ ശരീഅത്ത്. അപ്പോൾ ഈ ശരീഅത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി അതല്ല, വേറൊരു ശരീഅത്തുമായിട്ടൊരു ഒരു പ്രവാചകനോട് വരേണ്ട ആവശ്യമില്ല. പ്രവാചകന്മാർ വരേണ്ടതാണല്ലോ, അതിനാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും വിശുദ്ധമാവുന്ന ശരീഅത്തുകൾ, ആ ശരീഅത്തുകളെ സ്വീകരിച്ചു കൊണ്ടിട്ട് ഉമ്മത്തിലേക്ക് ജനങ്ങൾക്ക് എന്താക്കുക, അവരെ ഇർശാദ് ചെയ്യുക. അതിനാണല്ലോ അമ്പിയാക്കന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒരു നബി വന്നും കൊണ്ടിട്ട് ഒരു പുതിയ ശരീഅത്തായി കൊണ്ട് ഇവിടെ വരേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ശരീഅത്ത് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ പ്രബോധനത്തിന് വേണ്ടി മറ്റൊരു നബിമാർ ഇവിടെ വരികയില്ല. SKJM ജില്ലാ പ്രസിഡന്റ് സി മുഹമ്മദ് അലി ഫൈസി കോട്ടോപ്പാടം അധ്യക്ഷനായി. സമസ്ത വൈസ് പ്രസിഡന്റ് MP കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശവറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി കുളപ്പറമ്പ് അലവി ഫൈസിയെ വേദിയിൽ ആദരിച്ചു. SKJM സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ പ്രസിഡന്റ് വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി മുഖ്യ പ്രഭാഷണവും ജനറൽ സെക്രട്ടറി കൊടക് M അബ്ദുറഹ്മാൻ മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണവും നിർവഹിച്ചു. അലവി ഫൈസി കുളപ്പറമ്പ് കൃതജ്ഞതാ പ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി TK മുഹമ്മദ് കുട്ടി ഫൈസി കരുവാൻപടി സ്വാഗതവും സ്വാഗത സംഘം വർക്കിംഗ് കൺവീനർ P കുഞ്ഞുമുഹമ്മദ് ഫൈസി മോളൂർ നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി ചെർപ്പുളശ്ശേരി നഗരത്തിൽ സംഘടിപ്പിച്ച ജില്ലാ മുഅല്ലിം റാലി പ്രൗഢമായി. മയ്യത്തുകര മുതൽ ചെർപ്പുളശ്ശേരി നഗരം വരെ അണമുറിയാതെ ഒഴുകിയ റാലിയിൽ ആയിരങ്ങളാണ് അണിനിരുന്നത്. AC അബൂബക്കർ ദാരിമി, SYS ജില്ലാ സെക്രട്ടറി GM സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, ജമിയത്തുൽ മുഅല്ലിമീന്റെ ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട C മുഹമ്മദ് കുട്ടി ഫൈസി, സയ്യിദ് സിഹാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ തുടങ്ങി സമസ്തയുടെ പാലക്കാട് ജില്ലയിലെ നേതാക്കൾ ജമിയത്തുൽ മുഅല്ലിമീന്റെ റാലിയെ വരവേൽക്കുകയാണ്. സമസ്ത കേന്ദ്ര മുശവറ അംഗം MV ഇസ്മായിൽ മുസ്ലിയാർ കുമരനല്ലൂർ റാലിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ശുഭ്രവസ്ത്രധാരികളായ മുഅല്ലിംകൾ 8 മേഖലകളുടെ കീഴിൽ 56 റേഞ്ചുകളുടെ ബാനറുകൾക്ക് പിന്നിൽ അണിനിരന്നു. പ്രസരണത്തിന് ചുക്കാൻ പിടിക്കുന്ന ആയിരക്കണക്കായ മുഅല്ലിമീങ്ങളുടെ അകമ്പടിയോടെ ഈ രാജവീതികളെ അരശപ്പുളകച്ചാർ തണിയിച്ചുകൊണ്ട് കടന്നു വരുന്നത് ആശീർവദിക്കുക, അനുമോദിക്കുക. പ്രിയമുള്ളവരെ, ഈ മഹാറാലിക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം ഏവർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം. ആർത്തലച്ചു വരുന്ന അറബിക്കടലിന്റെ അലമാലകള് തന്റെ അനുഗ്രഹീതമായ കരങ്ങളെ കൊണ്ട് ശാന്തമാക്കിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അസ്ഥിഭാരമിട്ട് ശൈഖുന ശംസുലയുടെ ഊർജ്ജം നൽകി ശൈഖുന കണ്ടിയത്ത് ഉസ്താദ് പാലോക്കി വളർത്തി ഇന്നാദർശ കേരളത്തിന്റെ അഭിമാനം സമസ്തയെന്ന ഉരുക്കുകൾക്ക് കാലം നൽകിയ പടനായകൻ
മയ്യത്തുംകര മുതൽ ചെർപ്പുളശ്ശേരി നഗരം വരെ അണമുറിയാതെ ഒഴുകിയ റാലിയിൽ ആയിരങ്ങളാണ് അണിനിരുന്നത്. റാലിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സമസ്ത ജില്ലാ നേതാക്കൾ, ജമിയത്തുൽ കുത്ബാഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റി, ജമിയത്തുൽ മുദരസീൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി, SKMMA പാലക്കാട് ജില്ലാ കമ്മിറ്റി, SYS, SKSSF, SBV കമ്മിറ്റികളും അഭിവാദ്യം അർപ്പിച്ചു. റാലിക്കു ശേഷം സമ്മേളന നഗരിയിൽ ആത്മീയ മജ്ലിസ് നടത്തി. സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം പാലക്കാടിന്റെ സുഹൃത്ത് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ മുസ്ലിം കേരളത്തിന്റെ ആത്മാഭിമാനം സമസ്തയുടെ അജയ്യനായ നായകൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കുന്നു. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. CCN ചെർപ്പുളശ്ശേരി. അടയ്ക്കാപുത്തൂർ ശബരി PTBHSSന് സമീപമുള്ള ഇന്ത്യന്നൂർ ഗോപി മാസ്റ്റർ സ്മാരക സഭാ മന്ദിരത്തിൽ വെച്ച് ഈ വർഷത്തെ PT ഭാസ്കര പണിക്കർ അനുസ്മരണവും ബാലശാസ്ത്ര പ്രതിഭാ സംഗമവും നടന്നു. അനുസ്മരണം കാൻഫെഡ് സംസ്ഥാന വൈസ് ചെയർമാൻ ഡോക്ടർ കിണാവല്ലൂർ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി നടന്ന ബാലശാസ്ത്ര പ്രതിഭാ സംഗമത്തിൽ PTBയിലെ ശാസ്ത്രകാരൻ എന്ന വിഷയത്തിൽ ബാലശാസ്ത്ര പ്രതിഭകൾ പങ്കെടുത്ത ഗ്രൂപ്പ് ചർച്ചയ്ക്ക് സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരിക്കുലം നേതൃത്വം നൽകി. തുടർന്ന് വാണിയംകുളം TRKHSS റിട്ടയർഡ് പ്രിൻസിപ്പൽ രാജീവ് കാരൽമണ്ണ കവിത ചൊല്ലലും പറച്ചിലും എന്ന വിഷയത്തിൽ പ്രതിഭകൾക്കായി കവിതാ ശില്പശാല അവതരിപ്പിച്ചു. ബാലശാസ്ത്ര പരീക്ഷയുടെ ഉത്തരപുസ്തക വിശകലനം പാലക്കാട് ജില്ലാ അക്കാദമിക് കൺവീനർ V ഗോപികൃഷ്ണൻ നിർവഹിച്ചു. റിട്ടയർഡ് പ്രധാനാധ്യാപകൻ M ദാമോദരൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന PT ഭാസ്കര പണിക്കർ അനുസ്മരണം കാൻഫെഡ് സംസ്ഥാന വൈസ് ചെയർമാൻ ഡോക്ടർ കിണാവല്ലൂർ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പ്രൊഫസർ CP ചിത്രഭാനു അനുസ്മരണ പ്രഭാഷണം നടത്തി. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, അവന്റെ ദൈവബോധങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യനെ നയിക്കേണ്ടത് അവന്റെ പല രൂപത്തിലുള്ള ആധ്യാത്മികമായ ആധികളുടെ പരിഹാരത്തിനാണ്. ഭൗതിക ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം ശാസ്ത്രത്തിന്റെ യുക്തിയും അതുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളുമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ അനുശാസിക്കുന്നത് ശാസ്ത്രബോധമുള്ള മനുഷ്യനെ വളർത്തുക എന്നതാണ്. എങ്കിൽ അതിന്റെ നേർ വിപരീതമായ ദിശയിലേക്ക് ഈ രാജ്യത്തിലെ കോടാനുകോടി മനുഷ്യരെ തിരിച്ചു പിടിക്കുന്ന ഒരു പുതിയ കാലത്തിലേക്ക് ഇന്ത്യ എത്തുകയാണോ എന്ന് നാം ഭയപ്പെടും. അതുകൊണ്ട് ഭാസ്കര പണിക്കരെ അനുസ്മരിക്കുന്ന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന നിങ്ങൾ ഓർക്കുക, അദ്ദേഹത്തെ പോലുള്ള മനുഷ്യർ ദേശീയ പ്രസ്ഥാനവും അതിനുശേഷം ആധുനിക ഇന്ത്യ രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മുന്നോട്ട് വെച്ച യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്
നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ്. ജില്ലാ കൺവീനർ ഡോക്ടർ കെ അജിത് മാരായമംഗലം, ശബരി PTB HSS പ്രിൻസിപ്പൽ ടി ഹരിദാസൻ, പ്രധാന അധ്യാപിക MR മൃദുല, ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം M പ്രശാന്ത്, മേജർ N വാസുദേവൻ, PK അച്യുതൻകുട്ടി, S കൃഷ്ണൻ, ബിജുമോൻ പന്തിരിക്കുളം, മധുകൃഷ്ണൻ, P കാർത്തിയായനിക്കുട്ടി എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. പങ്കെടുത്ത ബാലശാസ്ത്ര പ്രതിഭകൾക്ക് ഇന്ത്യന്നൂർ ഗോപി മാസ്റ്റർ സ്മാരക ശാസ്ത്ര സാഹിത്യ പരിസ്ഥിതി പുസ്തകങ്ങളും പുരസ്കാരങ്ങളും, ജില്ലാ നേതാക്കൾക്ക് PV മാധവൻ മാസ്റ്റർ സ്മാരക ബാലശാസ്ത്ര ട്രോഫികളും കാൻഫെഡ് വൈസ് ചെയർമാൻ ഡോക്ടർ കിണാവല്ലൂർ ശശിധരൻ രണ്ടാം സ്ഥാനം ആനിയ PL GUPS കോങ്ങാട്. ഇത് UP അനന്യ TK നല്ലൊരു കൈ കൊടുക്കാം. സമ്മാനിച്ചു. CCN ചെറുപ്പുളശ്ശേരി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ തൊടുകാപ്പ് മണലമ്പുറം തോട്ടുപാലം ഏതു നിമിഷവും തകർന്നു വീഴാമെന്ന നിലയിൽ അപകട ഭീഷണി ഉയർത്തുന്നു. വർഷങ്ങളോളം പഴക്കമുള്ള ഈ പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായും തകർന്നിട്ടും ദേശീയപാത അതോറിറ്റി നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാർക്കിടയിൽ ശക്തമായ പ്രതിഷേധം. പാലത്തിന്റെ കൈവരിയുടെ കാലുകൾ പലതും ദ്രവിച്ച് നശിക്കുകയും ഒരു ഭാഗത്ത് കൈവരി പൂർണ്ണമായും ഇല്ലാതാകുകയും ചെയ്തിരിക്കുകയാണ്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാനായി സ്ഥലത്തുള്ള പോലീസ് ബാരിക്കേഡുകളാണ് ഇവിടെ താൽക്കാലികമായി തടസ്സമായി വച്ചിരിക്കുന്നത്. ദേശീയപാതയായതിനാൽ സെക്കൻഡ് വ്യത്യാസത്തിലാണ് വലിയ ബസ്സുകളും ചരക്ക് ലോറികളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നത്. പഴക്കമേറിയ പാലത്തിൽ വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ പോലും ശക്തമായ കുലുക്കം അനുഭവപ്പെടുന്നുണ്ടെന്ന് യാത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടാതെ പാലത്തിന്റെ അടിഭാഗത്തും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പാലത്തിന്റെ അപകടാവസ്ഥയെ കൂടുതൽ ഗുരുതരമാക്കുന്നത് ഇവിടെ തെരുവിളക്കുകൾ ഇല്ലാത്തതാണ്. രാത്രിയിലെത്തുന്ന വാഹനയാത്രക്കാർക്ക് കൈവരി തകർന്നതും പാലത്തിന്റെ അപകടാവസ്ഥയും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. ഇത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. വീതി കുറഞ്ഞ ഈ പാലത്തിലേക്ക് ഒരേ സമയം 2 വാഹനങ്ങൾ പ്രവേശിക്കുകയും വശങ്ങൾ ഒതുക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ കൈവരികളില്ലാത്ത ഭാഗത്തു കൂടി വാഹനങ്ങൾ തോട്ടിലേക്ക് വീഴാനുള്ള സാധ്യത ഏറെയാണ്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കരിങ്കല്ലത്താടിക്ക് സമീപം തൊടുകാപ്പിൽ കാലപ്പഴക്കത്താൽ തകർത്ത കൈവരികളോടുകൂടിയ പാലം അപകടാവസ്ഥയിലാണുള്ളത്. ഇതിൻ്റെ കൈവരികളെല്ലാം കാലപ്പഴക്കത്താൽ ജീർണിച്ച് വീടാറായി നിൽക്കുകയാണ്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ വലിയ വാഹനങ്ങൾ വന്ന് വൻ ദുരന്തമുണ്ടാകാൻ സാധ്യതയുണ്ട്. അധികൃതർ ഇക്കാര്യം പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദേശീയപാതയായതിനാൽ വലിയ വലിയ കണ്ടെയ്നർ വാഹനങ്ങൾ പോകുമ്പോൾ പാലത്തിൽ ശക്തമായ കുലുക്കം അനുഭവപ്പെടുന്നുണ്ട്. മുൻപ് നിരവധി തവണ വാഹനങ്ങൾ ഇവിടെ തോട്ടിലേക്ക് വീണിട്ടുണ്ട്. ദേശീയപാതയുടെ നവീകരണ സമയത്ത് പോലും തകർന്ന കൈവരികൾ പുനഃസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായില്ല. അപകടാവസ്ഥയെക്കുറിച്ച് ദേശീയപാത അതോറിറ്റിയെ പലതവണ രേഖാമൂലം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. CCN ചത്തല്ലൂർ. മേലെക്കൊടക്കാട് പെട്രോൾ പമ്പിന് സമീപത്തുള്ള തച്ചനാട്ടുകര പടുവൻപാടം അബ്ദുള്ളയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തു നിന്നാണ് അനധികൃതമായി പാറ പൊട്ടിച്ചു കടത്താൻ ഉപയോഗിച്ച വാഹനങ്ങൾ നാട്ടുകൽ പോലീസ് പിടിച്ചെടുത്തത്. കംപ്രസർ ഉപയോഗിച്ച് പാറ പൊട്ടിച്ചു കടത്തുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന. കോറിയിലെ വലിയ ഹിറ്റാച്ചി വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ കുണ്ടൂർക്കുന്ന് ഭാഗത്ത് നിന്ന് മതിയായ പാസില്ലാതെ വന്നിരുന്ന വെട്ടുകല്ല് ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. എടത്തനാട്ടുകരയിലെ ഉപ്പുകുളം ഭാഗത്തു നിന്നും ചത്തല്ലൂർ കൂരിമുക്കിൽ നിന്നുമായി അനധികൃതമായി മണ്ണു കയറ്റി കൊണ്ടുപോകുകയായിരുന്ന വാഹനങ്ങളും പിടികൂടി. നാട്ടുകൽ സബ് ഇൻസ്പെക്ടർ വിവേക്, SI ഹരിഹരൻ, ASI പ്രശാന്ത്, CPO ചന്ദ്രശേഖരൻ എന്നിവരടങ്ങുന്ന സംഘമാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത്. CCN ചത്തല്ലൂർ.
ഭീമനാട് 55 മൈൽ റോഡിൽ ചേപ്പിലായി ഭാഗത്ത് റോഡിൽ വിള്ളൽ വീഴുകയും താഴുകയും ചെയ്യുന്നത് പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്നു. മലയോര ഹൈവേയും പാലക്കാട് കോഴിക്കോട് ദേശീയപാതയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണിത്. റോഡ് നിർമ്മിക്കാനായി പാടത്തു നിന്നും കെട്ടി ഉയർത്തിയ ഭാഗത്തെ കരിങ്കല്ല് കെട്ട് കഴിഞ്ഞ മഴയിൽ തകർന്നിരുന്നു. ഈ കെട്ടിന്റെ തകർച്ചയാണ് നിലവിൽ റോഡിൽ വിള്ളൽ വീഴാനും റോഡ് താഴ്ന്നു പോകാനും കാരണമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ചേപ്പിലായി ഭാഗത്ത് ഏകദേശം 20 മീറ്ററോളം ദൂരത്തിലാണ് റോഡിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ഭാഗം ഓരോ ദിവസം കഴിയും തോറും താഴുന്നുണ്ടെന്നും അധികൃതർ ഉടൻ ഇടപെട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും നാട്ടുകാർ പറയുന്നു. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന പാതയായതിനാൽ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. അപകടാവസ്ഥ കണക്കിലെടുത്ത് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCN ചെത്തല്ലൂർ. അമ്പലപ്പാറ മേലൂർ സുബ്രഹ്മണ്യൻ കോവിലിൽ വെച്ച് മേലൂർ അയ്യപ്പ സേവാ സംഘം അയ്യപ്പൻ വിളക്ക് മഹോത്സവം നടത്തി. രാവിലെ ഗണപതി ഹോമം, അയ്യപ്പനെ കുടിയിരുത്തൽ എന്നിവയും ഉച്ചയ്ക്ക് ശേഷം മേളം എന്നിവയും ഉണ്ടായി. പരം താലങ്ങളോടെ നിലംപതിയിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, ദീപാരാധന, വെളിച്ചപ്പാട് നൃത്തം എന്നിവയും ഉണ്ടായി. ഉടുക്കുപാട്ട്, അയ്യപ്പ ജനനം, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, പൊലിപ്പാട്ട്, വാവര് ജനനം, അയ്യപ്പനും വാവരും, വെട്ടുംതടവും, കനൽച്ചാട്ടം, തുടർന്ന് കൂറവലിക്കലോടെ അയ്യപ്പൻ വിളക്കിന് സമാപനമായി. പുലിയാനാംകുന്ന് ശങ്കരനാരായണ സ്വാമിയും കുറ്റിക്കോട് സംഘവുമായിരുന്നു അയ്യപ്പൻ വിളക്ക് പാർട്ടി. അയ്യപ്പൻ വിളക്കിൽ എത്തിയവർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള 4ാമത്തെ അയ്യപ്പൻ വിളക്കാണിത്. CCN കടമ്പഴിപ്പുറം. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിവസമായ ബുധനാഴ്ച വൈകുന്നേരം 4 മണിയോടെ VMCയിലെ വേദികളും ഊട്ടുപുരയും സന്ദർശിച്ച AP അനിൽകുമാർ MLA. വൈകുന്നേരത്തെ ചായയും ലഘുഭക്ഷണവും കഴിച്ച ശേഷമാണ് MLA മടങ്ങിയത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്ന MLA ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മലിനൊപ്പമാണ് കലോത്സവ നഗരിയിലെത്തിയത്. കലോത്സവത്തിന്റെ വിവിധ വേദികൾ സന്ദർശിച്ച ശേഷം MLA നേരെ ഊട്ടുപുരയിലേക്ക് പോയി. അവിടെ ഭക്ഷണ കമ്മിറ്റി ഭാരവാഹികളെ കണ്ട അദ്ദേഹം ഊട്ടുപുരയിലെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. വൈകുന്നേരത്തെ ചായയും ലഘുഭക്ഷണവും കഴിച്ച ശേഷമാണ് AP അനിൽകുമാർ MLA കലോത്സവ വേദിയിൽ നിന്ന് മടങ്ങിയത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ സ്കൂൾ കലോത്സവം വണ്ടൂരിൽ നടന്നത്. ആ കലോത്സവം കഴിഞ്ഞ വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് വീണ്ടും കലോത്സവം വണ്ടൂരിലെത്തുമ്പോൾ വണ്ടൂരിലെ വിദ്യാലയങ്ങളിലും വലിയ മാറ്റമുണ്ട്, സൗകര്യങ്ങളിൽ വലിയ മാറ്റമുണ്ട്. അതുപോലെ തന്നെ ഇതിനു വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ തന്നെ കാലത്തിന്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഈ കലോത്സവത്തിലുണ്ട്. ഏതാണ്ട് ഇന്നലെ ആരംഭിച്ച 22-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കലോത്സവം അത് പരിസമാപ്തിയിലെത്തുമ്പോൾ നമ്മുടെ കലോത്സവ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ കലോത്സവങ്ങളിൽ ഒന്നായി നമ്മുടെ വണ്ടൂരിലെ സ്കൂൾ കലോത്സവം മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുസ്ലിം ലീഗിനെതിരെ വിമർശനവുമായി CPM നേതാവ് A. വിജയരാഘവൻ രംഗത്ത്. ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയ ലീഗാണ് ഇപ്പോൾ UDFൽ പ്രവർത്തിക്കുന്നതെന്ന് മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കവേ A. വിജയരാഘവൻ പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായകമായ വാർഡ് 6 കുളിർമലയിൽ രാഷ്ട്രീയ ട്വിസ്റ്റ്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയിരുന്ന M. ഷാഹുൽ ഹമീദ് തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. പകരം സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകനായ ഡോക്ടർ നിലാർ മുഹമ്മദിന് പിന്തുണ നൽകാൻ LDF തീരുമാനിച്ചു. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃത ഖനനത്തിനും മണ്ണുമാറ്റത്തിനും ഉപയോഗിച്ച വാഹനങ്ങൾ പ്രത്യേക പരിശോധനയിൽ പിടികൂടി. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. ആത്മീയ ജീവിതത്തിനിടെ പല മഹാന്മാരും കാണിക്കുന്ന ഇഹലോക താൽപര്യം പ്രകടത മാത്രമാണെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയത്തങ്ങൾ. നീതിയല്ലാതെ മറ്റൊന്നും ശരീഅത്തിലില്ലെന്നും അദ്ദേഹം ചെർപ്പുളശ്ശേരിയിൽ പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.
CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.